ഇത്രയും ലൈറ്റുകൾ, അതായത് ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബൾബാണ് നമ്മൾ ഈ കാണുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഒരുപാട് നാളായിട്ട് ഞാനൊരു ബ്രേക്കിൻ്റെ ബൾബ് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അതായത് ഒരുപാട് ടൈപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ഞാൻ പല ടൈപ്പും കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഒരു ഫൈനൽ ഒരു ലൈറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് നല്ല വെട്ടമുള്ള പാർക്ക് ആൻഡ് ബ്രേക്ക് വരുന്ന ഒരു മോഡൽ ലൈറ്റ്, അതാണ് ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ കാണുന്ന ഒരു പ്രോഡക്റ്റാണ് സംഭവം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ഈ ടൈപ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും ലൈറ്റുകൾ, അതായത് ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബൾബാണ് നമ്മൾ ഈ കാണുന്നത്. എന്നാൽ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചു നോക്കിയ മോഡൽ. ഇതൊരു ഫ്ലിക്കറിങ് ടൈപ്പ് ബൾബ് വരുന്നതാണ്. സംഗതി ഒരു ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റും, വെട്ടം കുറവാണ്. അതിനുശേഷമാണ് കുറച്ചുകൂടെ വെട്ടമുള്ളൊരു മോഡൽ ഞാൻ വാങ്ങിച്ചത്. ഇതും ഒരു ബ്രേക്ക് ലൈറ്റ് ബൾബ് തന്നെയാണ്, പാർക്കും ബ്രേക്കും വരുന്നുണ്ട്. പക്ഷേ ഇത് വൈറ്റ് കളറാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അവനെയും പതുക്കെ അങ്ങ് മാറ്റി. പിന്നെ വരുന്ന ഈ ഒരു ചെറിയ ടൈപ്പ്, ഇതിൽ നിന്ന് റെഡ് ലൈറ്റ് തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഡബിൾ പോയിൻ്റ് ബൾബാണ് വരുന്നത്. ഈ ഒരു ടൈപ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതും വെട്ടം നമുക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ടൈപ്പ് വാങ്ങിച്ചത്. ഇത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വഴി വെച്ച് ഈ 2 ലൈറ്റും കത്തിപ്പോയിട്ട് ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് ഇല്ലാതെ ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ട് വന്ന ഒരു ചരിത്രമുണ്ട്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു മോഡൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡലാണ്. ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ഒരു മോഡലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓക്കെ, ഇതിന് ശേഷം ഇതിൻ്റെ വെട്ടം എങ്ങനെയുണ്ടെന്ന് പലരും എന്നോട് ചോദിച്ചപ്പോൾ ഇതൊരു ഓക്കെ വെട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ യൂസ് ചെയ്തതിൽ ഉള്ളതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് യൂസ് ചെയ്ത കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞ് ഇതിലും വെട്ടം കൂടിയ മോഡൽ കിട്ടുമെങ്കിൽ നല്ലതാണ്, കാരണം ഇതൊരു ജസ്റ്റ് ഓക്കെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും കുറേ നാൾ ഇത് യൂസ് ചെയ്ത് എനിക്കും തോന്നി ശരിയാ ഒന്ന് മാറ്റണം, നല്ല വെട്ടമുള്ളവരണം വേണമല്ലോ. അങ്ങനെ പ്ലാൻ ചെയ്താണ് ഈ ഒരു കിടിലൻ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന മുതൽ 144 LED ബൾബ് വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് കിടു എന്ന് പറഞ്ഞാൽ കിടു. ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ സൈഡിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിറ്റിങ്ങും എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഈ സൈഡിൽ ഞാൻ ആ പ്രോഡക്റ്റ് ഇട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല, മാരകമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് ഏറ്റവും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയതിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് റിവേഴ്സ് ബൾബാണ്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന റിവേഴ്സ് ബൾബ് നിങ്ങൾക്ക് കാണാം. ഇതും 144 LED വരുന്ന റിവേഴ്സ് ബൾബാണ്. കാരണം ഹോൾഡർ ടൈപ്പ്, അതായത് ഈ ടൈപ്പ് ഹോൾഡറിന് വരുന്ന റിവേഴ്സ് ബൾബ് വളരെ ശോകമായിരുന്നു. കാരണം ഞാൻ പല ടൈപ്പ് മാറ്റി നോക്കിയിട്ട് നല്ലൊരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഈ ഒരു റിവേഴ്സ് ബൾബും സൂപ്പറാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ മേളിലും ഞാൻ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനി ഈ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതും കൂടെ ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം ഈ 2 സ്ക്രൂ ഇങ്ങ് അഴിച്ചെടുക്കുക. ഓക്കെ, ഇത് രണ്ടും അഴിച്ച് മാറ്റുക. അതിനുശേഷം ഈ സൈഡിലും അതായത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫോഴ്സ് ഇങ്ങനെ പുറത്തോട്ട് ചെറുതായിട്ട് തട്ടിക്കോണം. മോതിരോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബോഡിയിലോട്ട് ചെന്ന് തട്ടാതെ നോക്കിക്കോണം. തട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം വരും. ഇതിങ്ങനെ ഊരിയെടുക്കുക. ഇവിടെ 2 ക്ലിപ്പുകളാണ് വരുന്നത്. ഈ 2 ക്ലിപ്പ് സുഖമായിട്ട് ബാക്കിലോട്ട് ഊരിപ്പോകണം. അതിനുശേഷം നമ്മുടെ ബ്രേക്കിൻ്റെ ബൾബ് വരുന്ന ഇവിടെയാണ്, അതായത് ഈ ഒരു പൊസിഷൻ. ഇത് നേരെ ഇങ്ങനെ തിരിച്ച് ബാക്കിലോട്ട് ഊരാം. പ്രസ് ചെയ്ത് ഊരിയെടുക്കാം. നിങ്ങളുടെ വാഹനത്തിൽ ചിലപ്പം ഈ ഒരു ബൾബാണ് കിടക്കുന്നത്. അപ്പം ഈ ഒരു ബൾബ് നേരെ താഴോട്ട് പ്രസ് ചെയ്യുക, തിരിച്ചൂരിയെടുക്കുക, നേരെ ഇവനെ എടുക്കുക, ദേണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതിനുശേഷം തിരിച്ച് ഇതുപോലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, ലോക്ക് ചെയ്യുക. ലോക്ക് വീണെന്ന് ഉറപ്പ് വരുത്തുക. പഴയതുപോലെ ഫിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബൾബ് ഏതൊക്കെ വാഹനത്തിലാണ് സൂട്ടബിൾ? ഇതുപോലെ ഡബിൾ പോയിൻ്റ് വരുന്ന ബൾബുകൾക്ക്. ഡബിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കും പാർക്ക് ലൈറ്റും ഒരൊറ്റ ബൾബിൽ തന്നെ, അതായത് പാർക്ക് ഇടുമ്പോൾ ഈ ബൾബാണ് കത്തുന്നത്, ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ബൾബ് തന്നെയാണ് കത്തുന്നത്. ഇങ്ങനത്തെ ബൾബുകൾക്ക് ഇത് കൃത്യമായിട്ട് സൂട്ടബിളാണ്. അങ്ങനെ കുറച്ച് ദിവസം ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ നോർമൽ ബൾബും റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, റൈറ്റ് സൈഡുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വെട്ടം ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റ്, അതിൻ്റെ വെട്ടം നിങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇപ്പം കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലെ കമ്പനി ബൾബും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വെട്ടം കൂടിയ ബൾബുമാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പം ഞാൻ പാർക്ക് ഇട്ടു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സൈഡിലാണ് നമ്മുടെ ലൈറ്റ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വെട്ടം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. യെസ്, തോന്നുന്നല്ല, നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡ് നമുക്ക് വരുന്നത് നമ്മുടെ വെട്ടം കൂടിയ ബൾബും ലെഫ്റ്റ് സൈഡിൽ വരുന്ന കമ്പനി ബൾബുമാണ് വരുന്നത്. ഇനി നമുക്ക് ആ ബ്രേക്കും കൂടെ നോക്കിയാലോ. ഓക്കെ, ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു.
ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു, ബ്രേക്ക് അപ്ലൈ ചെയ്തു, ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു. ഓക്കെ, അപ്പോൾ സംഗതി എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് പറയും. അങ്ങനെ ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ലൈറ്റ് തന്നെയാണ്. കാരണം ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന LED, ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഹാലജനുമാണ്. പിന്നെ കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും, രാത്രി പോകുന്ന സമയത്ത് ബാക്കിൽ വരുന്നവർക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള. ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടുമില്ല, നല്ല ബ്രൈറ്റ് ആണെന്നല്ലാതെ ആരുടെയും കണ്ണിലോട്ട് അടിക്കുന്ന രീതിക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് എത്ര മിസ്റ്റുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ബാക്കിലൊരു അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു വാഹനം പോകുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോഴൊക്കെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന LED ബൾബുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു സെയിം ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൽ ഒരു അല്പം കൂടെ കൂടുതൽ കിട്ടുന്നുണ്ട്, ഇത് ഞാൻ ഉറപ്പ് തരാം. ഏതായാലും ഈ ഒരു പ്രൈസിൽ, അതായത് 1100 നിങ്ങൾ ഇത് മേടിക്കുമ്പോൾ ഒരു രീതിക്കുള്ള നഷ്ടം നിങ്ങൾക്ക് വരുന്നതായിരിക്കില്ല. ഈ കാണുന്നൊരു മോഡലിൽ 6 മാസത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് 6 മാസത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഫുൾ റീപ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്ന 1100 രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. പ്രോഡക്റ്റ് വേണം എന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.